നമസ്കാരം. IPLൻ്റെ ആവശ്യത്തിലേക്ക് തന്നെയാണ് ഇന്നും ടാക്ടിക്സ് പോകുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വിജയം കുറിച്ചിരിക്കുന്നു. മറുഭാഗത്ത് ആദ്യ കളി അതിഗംഭീരമായി തുടങ്ങിയ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് പരാജയപ്പെടേണ്ടിയും വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ ഒരു വലിയ അളവോളം പ്രേക്ഷകർ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ക്ലോസ് ഫൈറ്റ് മാച്ച് വന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അതിലേക്കാണ് വിശദമായി പോകുന്നത്. എനിക്കിപ്പം MSK ഉണ്ട്, ജയേഷ് പൂക്കോട്ടിലുണ്ട്. അപ്പം MSKയിലേക്ക് തന്നെ പോകാം. MSK, ഈ ഒരു മത്സരം ഡൽഹിയുടെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമോ? കഴിഞ്ഞ സീസണിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിൻ്റെ തുടക്കമാണോ ഇന്നത്തെ മത്സരം, ഈ രണ്ട് മത്സരങ്ങൾ? തീർച്ചയായും ഈ രണ്ട് മത്സരം എന്ന് പറയുമ്പോൾ ഡൽഹി, നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് ഡൽഹി ഒരു മീഡിയോക്കർ ടീം എന്ന രീതിയിലാണ് ഡൽഹി എല്ലാവരും കണ്ടിരുന്നത്. വീരേന്ദ്ര സെവാഗുള്ള സമയത്ത് പോലും ആ ലൈനിലാണ്. അതായത് അവർ ഒരു കൂടി വന്നാൽ ഒരു നോക്കൗട്ട് ഘട്ടത്തിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ടീം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലൊരിക്കലും ഡൽഹി വന്നിട്ടില്ല. ഡൽഹിയുടെ കടുത്ത ആരാധകർ പോലും ഡൽഹി കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സീസണിലേക്ക് വരുമ്പോൾ രണ്ട് ജയങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടും നല്ല ജയമാണ്. ഇന്നത്തെ മത്സരം പോലും അത്രത്തോളം നമ്മൾ വിചാരിച്ച പോലും ടൈറ്റൊന്നും ആയിരുന്നില്ല. കാരണം അവരുടെ തുടക്കത്തിൽ 2 വിക്കറ്റ് പോയി എന്നത് മാത്രമാണുള്ളൂ. പക്ഷേ ഡൽഹിയുടെ കയ്യിൽ തന്നെയായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നത്. ഡൽഹി പത്തുൻ നിസ്സംഗ അപ്പുറം ഉണ്ടായിരുന്നു. പത്തുൻ നിസ്സംഗ നമുക്കറിയാം ലോകകപ്പിലൊക്കെ നന്നായിട്ട് കളിച്ചൊരു കളിക്കാരനാണ്. അതിനൊപ്പം സമീർ റിസ്വിയും കൂടി വന്നപ്പോൾ സമീർ റിസ്വി തുടർച്ചയായിട്ട് 2ാമത്തെ 50യാണ് ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ടും അവിടെ വർക്ക് ചെയ്തു. സമീർ റിസ്വിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് കൈവിട്ട ഒരു മാണിക്യമാണ് സമീർ റിസ്വി. ഒരു 2 സീസൺ മുമ്പ് 8.4 കോടി രൂപയ്ക്കാണ് സമീർ റിസ്വി അവരെടുത്തിരുന്നത്. പക്ഷേ ചെന്നൈ ഇദ്ദേഹത്തിൽ വേണ്ടത്ര വിശ്വാസം കൽപ്പിച്ചിരുന്നില്ല. അതായത് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് സമീർ റിസ്വിയുടെ ഫസ്റ്റ് ഇന്നിങ്സ് എന്നുള്ളത് ഒരു മത്സരത്തിൽ 19ാമത്തെ ഓവറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് CSKക്ക് വേണ്ടി അരങ്ങേറുന്നത്. ആ സമയത്ത് പന്തെറിഞ്ഞിരുന്നത് റാഷിദ് ഖാനായിരുന്നു. റാഷിദ് ഖാൻ 6 അടിച്ചിട്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു 6 സിറ്റിംഗ് അബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു IPL താരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. T20യിൽ 6 സിറ്റിംഗ് എന്നുള്ളത് വലിയൊരു കേപ്പബിലിറ്റിയാണ്. അങ്ങനെയുള്ള ഒരു താരത്തെ ചെന്നൈ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാതെ അടുത്ത സീസണിൽ അദ്ദേഹത്തെ കൈവിടുന്നു. അദ്ദേഹത്തിന് കിട്ടിയ പൈസ ഒരുപാട് കൂടുതലാണോ എന്നുള്ള സംശയങ്ങളൊക്കെ വരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഡൽഹി കൃത്യമായിട്ടും അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും, നിങ്ങൾ ഈ ടീമിൽ 4ാമതായിട്ട് കളിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നൽകുന്നു. ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 2 ഇന്നിങ്സുകളുടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ഇന്നിങ്സുകളുടെയും ഈ മത്സരത്തിലും അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഈ 25 പന്തിൽ 23 ആയിരുന്നു, 10 പന്തിൽ 6 റൺസ് ആയിരുന്നു. തുടക്കത്തിൽ വളരെ സ്ലോ ഗതിയിലുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു, നിസ്സംഗ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കൃത്യമായും ആക്സിലറേറ്റ് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം ആക്സിലറേറ്റ് ചെയ്യുന്നു. 90 റൺസ് എടുത്തുകൊണ്ട് ടീമിൻ്റെ വിജയശില്പിയാവുന്നു. കഴിഞ്ഞ മത്സരത്തിൻ്റെ തുടർച്ചയായി മറ്റൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു, ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായും ഒരു ഉത്തരമാണ്. ഡൽഹി ഈ വർഷം ഏറ്റവും സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ടീമായി വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച 3 സ്പിന്നേഴ്സ് കളിക്കുന്നത് ഡൽഹിക്കൊപ്പമാണ്. അക്സർ പട്ടേൽ, വിപ്രജ് നിഗം, അതുപോലെ തന്നെ കുൽദീപ് യാദവ്. ഈ 3 സ്പിന്നേഴ്സ് നമുക്ക് 2 സീസൺ മുമ്പ് നമ്മൾ രാജസ്ഥാൻ്റെ ടീം അവരുടെ സ്പിന്നേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ സമയത്ത് അവർക്ക് 2-3 സ്പിന്നേഴ്സ് കൃത്യമായിട്ടും ചഹലും അശ്വിനും ഒക്കെ കളിച്ചിരുന്നൊരു സമയത്ത് 3 സ്പിന്നേഴ്സ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നോക്കുമ്പോൾ ഈ വർഷം IPLൽ ഏറ്റവും മികച്ച സ്പിൻ ത്രയോ ഉള്ളത് ഈ ടീമിലാണ്. തീർച്ചയായും ഡൽഹി ഈ വർഷം കപ്പടിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ശരിയാണ്. അതിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ച് തന്നെയാണ് ഇന്നത്തെ കളിയിൽ അവർക്ക് ലഭിച്ചത് എന്ന് ഒരുപക്ഷെ ഈ 3 സ്പിന്നർമാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെയായിരിക്കാം ആ പിച്ച് അവരങ്ങനെ തയ്യാറാക്കിയതെന്ന് പോലും നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം 162 റൺസിലേക്ക് ഇന്നത്തെ മത്സരം വരുന്നു സ്കോറിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 278 റൺസ് അടിച്ച അതേ പിച്ച് തന്നെയാണിത്. അതായത് 6ാം നമ്പർ പിച്ച്, അത് ബ്ലാക്ക് സോയിൽ പിച്ച് കൂടിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ IPLൻ്റെ സീസണിന് മുന്നോടിയായിട്ട് നമ്മളിരുന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഈ IPL എന്ന് പറയുന്ന അതിൻ്റെ ആവേശം വലിയ സ്കോറിംഗ് മാച്ചുകൾ മാത്രമാണോ, അതോ നേരെ മറിച്ച് ഒരു 160-180 സ്കോർ പിറന്നിട്ട് അത് മനോഹരമായി ചേസ് ചെയ്യുകയും അത് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണോ എന്നുള്ളതാണ്. ഏതാണ്ട് ആ ഒരു കാര്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു മത്സരം ഇന്ന് സംഭവിച്ചു എന്ന് നമുക്ക് പറയാമോ? ഇതാണോ ശരിക്കും IPLന് ആവേശം കൂട്ടുന്ന ഒരു ഘടകം? പൊതുവെ പറയുകയാണെങ്കിൽ ഇന്നത്തെ കളി കൂടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും. കാരണം ബാറ്റർമാർക്കും ബൗളർമാർക്കും ഒരുപോലെ ആനുകൂല്യം കിട്ടുന്നതാവണം മത്സരം എന്ന് പറയുന്നത്. എല്ലാം വൺ സൈഡാണ്. നമ്മൾ IPLന് മുമ്പേ നമ്മൾ പങ്കുവച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ആദ്യത്തെ 2 മത്സരങ്ങളും പിറന്നത്. പക്ഷേ അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 2 മത്സരങ്ങളും പിറന്നത്, ആദ്യത്തെ മത്സരം നടന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു. ഫ്ലാറ്റ് വിക്കറ്റാണ്.
ചെറിയ ബൗണ്ടറിയുള്ള പിച്ചാണ്. ബാറ്റർമാർക്ക് വലിയ ആനുകൂല്യം കിട്ടുന്ന പിച്ചാണ്. ബൗളർമാരുടെ ഷോപ്പറമ്പ് എന്ന് പറയാവുന്ന ഒരു പിച്ച് തന്നെയാണ്. അവിടെ വലിയ രീതിയിൽ സ്കോർ പിറക്കുന്നു. 200+ സ്കോർ വരുന്നു. RCB ആ മത്സരം വിജയിക്കുന്നു. രണ്ടാമത്തെ മത്സരം നടന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. അതും താരതമ്യേന ചെറിയ പിച്ചാണ്. ബാറ്റർമാർക്ക് വലിയ മേധാവിത്വമുള്ള പിച്ചാണ്. തൊട്ടപ്പുറത്ത് നമുക്കറിയാം കടലാണ്. കടൽക്കാറ്റിൻ്റെ ഒക്കെ ആനുകൂല്യം തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അവിടെയും വലിയ രീതിയിലുള്ള സ്കോർ പിറക്കുന്നു. തീർച്ചയായിട്ടും ഒരു പഴയ ഒരു ഗുമ്മില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി. ഈ IPL ബാറ്റർമാർക്ക് തന്നെയാണ് മേധാവിത്വം. ബോളർമാരെ നോക്കുകുത്തിയാക്കുന്ന രീതിയിലാണ്. ജസ്പ്രീത് ബുംറയ്ക്ക് പോലും വലിയ രീതിയിലുള്ള എഡ്ജ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംഭവം വരുന്നു. പക്ഷേ പിന്നീട് സ്വാഭാവികമായിട്ടും പിച്ച് ഓരോരോ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പഞ്ചാബിൻ്റെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ബോളർമാർക്ക് തന്നെയാണ് ആധിപത്യം. വലിയ ബൗണ്ടറിയുള്ള പിച്ചാണ് മുല്ലൻപൂരിലേത്. ബോളർമാർക്ക് മേധാവിത്വമുള്ള പിച്ചാണ്. അത് നമ്മളത് കണ്ടു. ഇപ്പോൾ ഒരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ കൂടിയിട്ടും ബോളർമാർക്കൊരു മേധാവിത്വം കിട്ടിയ മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം. കാരണം മുംബൈ അത്യാവശ്യം നല്ല ബാറ്റിംഗ് ഡെപ്തുള്ള സ്ക്വാഡുള്ള ടീം തന്നെയാണ്. പക്ഷേ ഒരു 170 താഴെ ഒതുക്കാൻ കഴിഞ്ഞു. മറുവശത്ത് ഡൽഹി ചേസ് ചെയ്യുമ്പോൾ പോലും ഏകദേശം അവസാന ഓവറുകളിലേക്ക് വരെ അവർക്ക് പോകേണ്ടിയും വന്നു എന്നുള്ളത്. ചെന്നൈയുടെ മത്സരം നടന്നപ്പോൾ പോലും ഒരു അതിഭീകരമായൊരു സ്കോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ചെന്നൈയുടെ ആദ്യത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ഇത് തന്നെയാണ്, അതായത് ബൗളർമാർക്കും ബാറ്റർമാർക്കും ഒരുപോലെ ആനുകൂല്യം കിട്ടുന്ന തരത്തിലുള്ള പിച്ചുകളാണ് IPL വേണ്ടത്. എങ്കിലേ ആ ഒരു മൂഡിലേക്ക് വരും. ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ തുടക്കത്തിൽ 4 ചേഞ്ചസാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വരുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കളിച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നമായിരുന്നു. പക്ഷെ അവർ ട്രെന്റ് ബോൾട്ടിന് വിശ്രമം കൊടുത്ത് കോർബിൻ ബോഷിനെ ഇറക്കിയാൽ ഒരു ടാക്ടിക്കൽ മൂവ് എന്ന് സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അത് വൻ അബദ്ധമായി എന്ന് വേണം പറയാൻ. ഇപ്പോൾ മാത്രമല്ല ദീപക് ചഹറാണ് ഹാർദിക്കിന് പകരം വന്നത്. പിന്നീട് അവർ സാന്റനറെ കൂടി ഇറക്കുകയാണ്. പക്ഷെ ബൗളിംഗ് ഒരു തരത്തിൽ പോലും പക്ഷേ ആ സാന്ത്വനറും ബോഷും നൽകിയ അവസാനത്തെ കുറച്ച് റൺസാണ് അവരെ 162 എത്തിച്ചതെന്ന്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ MSK സൂചിപ്പിച്ച പോലെ തന്നെ റിസ്വിയുടെയും പതുങ്ങിയുടെ ഇന്നിങ്സ്, അതിൽ രാഹുൽ രണ്ടാമത്തെ മത്സരത്തിലും നിരാശപ്പെടുത്തിയെന്നുള്ള പറയണം. 1 റൺസ് മാത്രമാണ് KL രാഹുലിന് നേടാൻ കഴിഞ്ഞത്. ഓറഞ്ച് ക്യാപ്പ് കണ്ടന്റേഴ്സിൽ എപ്പോഴും നമുക്ക് മുന്നിലുണ്ടാകും എന്ന് പറയുന്നൊരു പ്ലെയർ ആയിരുന്നു രാഹുലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ രാഹുൽ ചഹറിന് മുന്നിൽ കീഴടങ്ങുമ്പോൾ ഒരു അപൂർവ റെക്കോർഡാണ്. മീൻസ് IPL ഒരു ബൗളർക്ക് മുന്നിൽ കീഴടങ്ങാതെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമാണ് രാഹുൽ എന്ന് പറയുന്നത്. അതായത് ഈ ചഹറിനെതിരെ 100 പന്തിൽ ഇതിനു മുമ്പ് ഇന്നത്തെ മത്സരത്തിന് മുമ്പ് 100 പന്തിൽ 139 റൺസ് എടുത്തിട്ടുള്ള താരമാണ്. അതായത് ഇതുവരെ അദ്ദേഹത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് രാഹുൽ ചഹറിന് മുന്നിൽ അദ്ദേഹം വീഴുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ ഒരുപക്ഷെ വെല്ലുവിളി കൂടുതലുണ്ടാവുക ലോകേഷ് രാഹുലിനായിരിക്കുമോ ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ടീമിൽ ഡൽഹി ക്യാപിറ്റൽസ്? വേറെ ഒന്നുണ്ട്, KL രാഹുൽ ഇതാദ്യമായിട്ടാണ് മുംബൈക്കെതിരെ ഒരു സിംഗിൾ ഡിജിറ്റിൽ പുറത്താവുന്നത്. ബാക്കി ഇതുവരെ IPL എല്ലാ മത്സരത്തിലും അദ്ദേഹം 2 ഡിജിറ്റിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ ഡിജിറ്റിന് പുറത്താവുന്നത്. കഴിഞ്ഞ തവണ ആദ്യ പന്തിൽ പുറത്താവുന്നു, ഇത്തവണ 3 പന്ത് നേരിടുന്നു, പുറത്താവുന്നു. അപ്പോൾ എങ്ങനെയാണ് ടീം ലൈനപ്പ്? ഇപ്പം ജയേഷ് പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. അവിടെ മുംബൈ വലിയ ചേഞ്ചസ് വരുത്തി, അതേസമയം ഒരു മാറ്റവും ഇല്ലാതെയാണെന്ന് DC കളിക്കാൻ ഇറങ്ങിയതെന്ന് കൂടിയാണ്. അപ്പോൾ ഈ ടീം ഘടനയിൽ മുംബൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് അവരുടെ ക്വിൻ്റൻ ഡീകോക്കിനെ പോലും അവർ പരീക്ഷിക്കുന്നില്ല. റിക്കൽട്ടനെ വിശ്വാസം അർപ്പിക്കാൻ അതിന് കോച്ച് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മികച്ച താരമാണെങ്കിൽ കൂടിയും ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന റിക്കൽട്ടനെയാണ് എന്നാണ് മഹേല ജയവർദ്ധനെ പറഞ്ഞത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ടീം ഘടനയിൽ എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ടീം ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എൻ്റെ ടീമിൻ്റെ ഇന്നത്തെ ടീം ലൈനപ്പ് നോക്കുമ്പോൾ മുംബൈ ഈ ഡൽഹിയെ അത്രത്തോളം ഒരു എതിരാളികളായിട്ട് കാണാത്തതുപോലെ അവരുടെ ശക്തിയെ വില കുറച്ച് കാണുന്ന രീതിയിലുള്ളൊരു ടീം കോമ്പിനേഷനാണ് അവരെടുത്തതെന്ന് തോന്നുന്നു. കാരണം ഒരു കാരണവശാലും ട്രെന്റ് ബോൾട്ടിനെ ജയേഷ് പറഞ്ഞ പോലെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ പ്രാവശ്യവും പവർ പ്ലേയിൽ ഫസ്റ്റ് തന്നെ വിക്കറ്റ് എടുക്കുന്ന ഒരു താരമാണ് ട്രെന്റ് ബോൾട്ട്. മറ്റുള്ളവരുടെ എബിലിറ്റിയെ വില കുറച്ച് കാണുകയല്ല. പക്ഷെ അവിടെ ഒരു എന്താ പറയുക, ട്രെന്റ് ബോൾട്ട് ഇല്ലാത്തപ്പോൾ തന്നെ അവരുടെ ഒരു ബോളിംഗ് വീക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ഇല്ല. ഹാർദിക് പാണ്ഡ്യ അവരുടെ ക്യാപ്റ്റനാണ്, നായകനാണ്. ഹാർദിക്കിൻ്റെ ഒരു പൊസിഷൻ അവിടെ കൃത്യമായിട്ടും നമുക്ക് കാരണം ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഈ ഇരട്ടിയിലധികം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് ഹാർദിക്കിൻ്റെ അഭാവം കൃത്യമായിട്ടും ഇവിടെ നിയലിച്ചിട്ടുണ്ട്. പിന്നെ ഈ പിച്ച് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു പിച്ചാണ്. തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ഈ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്ന സമയത്തും സൂര്യകുമാർ ബാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ ഈ
ആ സ്ലോ പിച്ച് ആയതിന്റെ ഒരു പ്രശ്നങ്ങൾ അവരുടെ അതായത് സ്ട്രോക്ക് ബാറ്റിംഗ് പ്ലേ കഴിഞ്ഞില്ല എന്നാണ് രോഹിത് മത്സരശേഷം പറഞ്ഞത്. ബാറ്റിലേക്ക് പന്ത് എത്തുന്നുണ്ടായിരുന്നില്ല. അത് നമ്മൾ തുടക്കം തന്നെ നമ്മളത് കണ്ടിട്ടുണ്ട്. രോഹിത് ബാറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അത് നന്നായിട്ട് അതിനെ ഈ പിച്ചിനെ യൂട്ടിലൈസ് ചെയ്തത് ലുങ്കി എങ്കിടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിൽ എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്തു, രാഹുലിനെ രോഹിത്തിനെ ട്രബിളിൽ ആക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ലോ പന്തുകൾ കൊണ്ട് സ്ലോ പന്തുകൾ മാത്രമല്ല സ്ലോ യോർക്കേഴ്സും അദ്ദേഹം ഒരുപാട് എറിയുണ്ടായി. അതായത് കഴിഞ്ഞ ലോകകപ്പിൽ എവിടെയാണോ അദ്ദേഹം നിർത്തിയത് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹം വേരിയേഷൻസ് കൊണ്ട് T20യിൽ എന്തൊക്കെ മായാജാലം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ലുങ്കി എങ്കിടി ആ ബോളർ ഇപ്പോൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളിലായി അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ആദ്യ 2 മത്സരങ്ങളിലും ഇങ്ങനെ പിന്നെ പുറത്താവുന്നത് സിംഗിൾ ഡിജിറ്റിലും പിന്നെ റൺ എടുക്കാതെയും പുറത്താകുന്നത് വളരെ അപൂർവമായൊരു കാഴ്ചയാണ്, പ്രത്യേകിച്ചും IPL-ൽ. അപ്പം രാഹുൽ അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഒരു ക്ലച്ച് പ്ലെയറാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ. ഫസ്റ്റ് മത്സരത്തിൽ ഷമിയുടെ പന്ത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഈ വർഷം അദ്ദേഹം കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കണം എന്നുള്ള ഒരു ആവേശത്തിലാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം പുറത്തായത് ഫസ്റ്റ് പന്ത് തന്നെ അതൊരു സിക്സ് അടിക്കാം എന്ന രീതിയിൽ ഷോട്ട് പായിച്ചപ്പോഴാണ് അദ്ദേഹം പുറത്തായത്. അപ്പം അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് മാറിയിട്ടുണ്ട്. ആ അപ്രോച്ച് തന്നെ അടുത്ത മത്സരത്തിലും അദ്ദേഹം കാഴ്ചവെക്കുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടി പഴയ രാഹുലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റണ്ണുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പന്ത് ആദ്യം തന്നെ ഡിഫെൻഡ് ചെയ്ത് സെറ്റിൽഡായി റൺസ് എടുക്കുന്ന ഒരു രാഹുലിനെയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ പ്രാവശ്യം കളിക്കാം, കാരണം അത്രയും നല്ല ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട്. അപ്പോൾ ഫ്രീഡം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ നല്ല പ്ലേയേഴ്സ് അവർക്ക് പുറകിലുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല മില്ലറും സ്റ്റെപ്സൊക്കെ പിന്നെ ഇറങ്ങാൻ ബാക്കിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പോലും നമ്മൾ ഹേമന്ത് ബദാനിയുടെ ഓടി വന്നിട്ടുള്ള ഒരു സംഭവം കണ്ടിരുന്നു. അതായത് പിന്നെ റിസ്വിയെ ഇറങ്ങുന്നതിന് മുമ്പ് മില്ലർ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ഈ ബദാനി ഓടി വന്ന് അദ്ദേഹത്തെ മാറ്റി റിസ്വിയെ ഇറക്കുന്നൊരു സിറ്റുവേഷൻ കണ്ടിരുന്നു. അതായത് അപ്പുറത്ത് റിസ്വിക്ക് പോലും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ ഫ്രീഡം ലഭിക്കുന്നത് അപ്പുറം ഇനി മില്ലറും സ്റ്റെപ്സും ഒക്കെ ഇറങ്ങാനുണ്ട് എന്നുള്ളൊരു ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. രാഹുൽ ആ ഒരു ഫ്രീഡം തീർച്ചയായും അടുത്ത മത്സരത്തിലും ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇത്രയും തെളിയിച്ചൊരു മനുഷ്യനാണ്. ഇനിയും IPL-ൽ ഞാനൊരു ജയാൻഡാന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ കരിയറിൽ ഒരു രാഹുൽ 2.0 എന്ന രീതിയിലേക്കുള്ള ഒരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ മൂഡിലേക്ക് അദ്ദേഹം വളരാനുള്ള എല്ലാ സാധ്യതയും ഈ സീരീസിൽ ഇന്ത്യൻ ടീം കൂടി ലക്ഷ്യമിടുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് അപ്രസക്തനായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ത്യൻ T20 ടീമിൽ. റിസ്വിയിൽ ഒരു കാര്യം കൂടി പറയാം. റിസ്വിയിൽ ഡൽഹി മാനേജ്മെന്റ് കൊടുക്കുന്ന ഇപ്പോൾ ഹേമന്ത് ബദാനി ഉൾപ്പെടെ മാനേജ്മെന്റ് കൊടുക്കുന്ന ഒരു വലിയ ഫ്രീഡം ഉണ്ട്. അത് ഇന്ത്യക്കും ഗുണം ചെയ്യും. കാരണം അദ്ദേഹത്തിന് 23 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു കൗതുകമുള്ള സാധനം, 2 വർഷം മുമ്പാണ് അദ്ദേഹം തന്നെ 10ാം ക്ലാസ്, അതായത് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. പിന്നീട് 21ാം വയസ്സിലാണ് 10ാം ക്ലാസ് പരീക്ഷ റിസ്വി പോയി കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൊരു രസകരമായ അതെ UP എന്നാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡഡ് സുരേഷ് റെയ്ന എന്നാണ് പുള്ളിയെ ഒരു അറിയപ്പെടുന്നത്. റെയ്നയും വരുന്നത് UP-ൽ നിന്നാണ്, നമുക്കറിയാം മിററിൽ നിന്നാണ്. അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പുള്ളിയും വരുന്നത്. അവൻ അത്തരത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അപ്പോഴേ ഇന്നത്തെ മത്സരത്തിൽ നോക്കുമ്പോഴേ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, രോഹിത് ശർമ്മയും റിക്കിൾട്ടൺ പോലെയുള്ളവർ നിൽക്കുന്ന ഒരു സമയത്തും ഒരു സിക്സർ വന്നത് 7ാമത്തെ ഓവറിലാണ് എന്നുള്ളതാണ്. അതായത് ഹിറ്റ്മാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ പോലും പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് ഈ പിച്ചിൻ്റെ പ്രശ്നമാണോ, എതിർനിരയിലെ ബൗളിങ്ങിൻ്റെ മികവായിരുന്നോ, അതോ കരുതലോടുകൂടി രോഹിത് ശർമ്മ കളിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഇതിന് മുമ്പ് അത്തരത്തിൽ മുംബൈ പവർ പ്ലേയിൽ സിക്സ് എടുക്കാതിരുന്ന ഒരു കളി എന്ന് പറയുന്നത് 2023 ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ്. അപ്പോൾ ആ ഒരു പവർ പ്ലേ യൂട്ടിലൈസേഷൻ, അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പവർ പ്ലേയിൽ എത്രമാത്രം ആക്രമിച്ച് കളിച്ച് പവർ പ്ലേയിൽ തന്നെ വിജയമുറപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ടീമുകളുടെ. നമ്മൾ കഴിഞ്ഞ മുംബൈയുടെ മത്സരത്തിൽ പോലും നമ്മൾ കണ്ടത് അതാണ്. ഇന്ന് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ളത് ഈ പിച്ചാണോ, അവരുടെ അതിനനുസരിച്ചുള്ള തന്ത്രം മാറ്റിയതാണോ, എവിടെയാണിത്? മെയിൻലി പിച്ച് സ്ലോ ആണെന്നുള്ള രോഹിത് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ സീസണിലെ ആദ്യത്തെ 3.5 മണിക്കുള്ള മത്സരമാണ്. അതായത് എല്ലാ മത്സരങ്ങളും നമുക്കറിയാം നൈറ്റ് മത്സരങ്ങളാണ്. ഈ സീസണിൽ ആദ്യത്തെ ഡേ നൈറ്റ് മത്സരമാണ്. ആ സമയത്ത് ഒരു ഡേ ലൈറ്റിൻ്റെ ഒരു ഇതുകൂടി ചിലപ്പം ഇതിനെ ബാധിച്ചിരിക്കാം. പിന്നെ മാത്രമല്ല മുകേഷ് കുമാറിൻ്റെ ആ ഓവറിൽ 2 വിക്കറ്റുകൾ വീഴുണ്ടായി. അതായത് തുടക്കത്തിൽ മുകേഷ് കുമാറും അതുപോലെ തന്നെ ഈ ലുങ്കി എങ്കിടിയും അവർ സ്ലോ ബോളുകൾ വേരിയേഷൻസ്, ഈ പിച്ചിന് എങ്ങനെയാണോ ഏത് തരം ബോളുകളാണോ വേണ്ടത് അത് കൃത്യമായിട്ട് അവർ പിച്ച് അറിഞ്ഞുകൊണ്ട് പന്തെറിഞ്ഞു എന്നുള്ളതാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ആ 2 വിക്കറ്റുകൾ പോയതോടുകൂടി മുംബൈ ബാക്ക് ഫുട്ടിലേക്ക് തിലക് വർമ്മയും പോകുന്നു. ആ ഒറ്റ ഓവർ തന്നെ പോവുകയാണ്. അതും സ്ലോ ബോളുകളിലാണ് അദ്ദേഹം ഇവരെയൊക്കെ ഔട്ടാക്കുന്നത്. അപ്പം ആ വിക്കറ്റുകൾ
പിന്നെ വലിയൊരു പിന്നെ പവർ ഹിറ്റിങ്ങിൽ രോഹിത്തും സൂര്യകുമാറും പിന്നെ ചേർന്നപ്പോൾ അവർ ഇനി മാത്രമല്ല ഹാർദിക് ഇല്ലാത്തൊരു ഘട്ടത്തിൽ അവരുടെ മനസ്സിൽ ചിലപ്പം അതും ഉണ്ടായേക്കാം. ഈ വിക്കറ്റുകൾ ഈ സമയത്ത് പോവുകയാണെങ്കിൽ അത് ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ അവർ കുറച്ചുകൂടി ഈ പിന്നെ ബോളേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാനും സിംഗിളുകളിലൂടെ ഭേദപ്പെട്ട സ്കോർ ഉണ്ടാക്കാമെന്നുള്ളൊരു ആ ഒരു ലൈനിലായിരിക്കും. ഒരു പക്ഷേ ഒരു 180 റൺസ് എന്ന രീതിയിലായിരിക്കും, 180 അല്ലെങ്കിൽ 200-ന്റെ അടുത്ത് വരെ എത്താം എന്നുള്ള ലൈനിലായിരിക്കും. കാരണം അവർ ബുംറയിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിട്ട് അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ബാറ്റ് ചെയ്തിട്ടുണ്ടാവുക. മാത്രമല്ല ഇന്ന് ഡൽഹി ബുംറയെ നേരിട്ട വിധവും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ബുംറ ലോകത്തിലെ നമ്പർ 1 ബോളറാണ്. ബുംറയെ അവർ ബഹുമാനിച്ചിട്ടുണ്ട്, കൃത്യമായി ബഹുമാനിച്ചിട്ടുണ്ട്. ബുംറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ പിച്ച് ഡൽഹിയിലെ കളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം എക്കോണമിയുള്ള ഒരു സ്റ്റേഡിയമാണ്. അതായത് മിനിമം 5 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു താരത്തെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ ഓവർ വഴങ്ങിയിട്ടുള്ളത് 8 റൺസാണ്. പക്ഷേ ഇന്നും അദ്ദേഹത്തിന് ഓപ്പണിങ്ങിൽ അത് പന്ത് കൊണ്ട് ബൗൾ ചെയ്തൊരു വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് മികവിലൂടെ ഒരു റണ്ണൗട്ടിലൂടെ അവർക്ക് ബ്രേക്ക് ത്രൂ നൽകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ആ മൊമെൻ്റ് അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ 2 പേരെ കുറിച്ചുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് ക്യാപ്റ്റനായി പകരമെത്തിയ സൂര്യകുമാർ യാദവ് 2020 ലോകകപ്പ് ഉയർത്തിയതിന് ശേഷം അദ്ദേഹം വീണ്ടും ക്യാപ്റ്റൻ റോളിലേക്ക് വന്നൊരു മത്സരം. അദ്ദേഹം ക്യാപ്റ്റൻ്റെ കടമ അദ്ദേഹം ചെയ്തു. പക്ഷേ 50 തികച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് പുറത്താക്കേണ്ടി വന്നു. പിന്നെ നമൻധറിൻ്റെ ഇന്നിങ്സ് ആ കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടി അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അതിൽ സൂര്യയെക്കുറിച്ച് തന്നെ, സൂര്യ ആദ്യ മത്സരത്തിൽ പുറത്തിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അതെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. സൂര്യയെ, അതായത് വേൾഡ് കപ്പ് വിജയിച്ച ക്യാപ്റ്റനെ തൊട്ടടുത്ത മത്സരത്തിൽ എന്തുകൊണ്ട് കംപ്ലീറ്റ്ലി ഇറക്കുന്നില്ല, അത്തരത്തിൽ ഹർദിക്കിന് കൂടുതൽ ഉപദേശങ്ങളൊക്കെ അതെ ടാക്ടിക്സ് തന്നെ MSK വിമർശിച്ചിരുന്നു. അപ്പോൾ സൂര്യ ആ തരത്തിൽ ഉപയോഗിക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നീട് പക്ഷേ പരിശീലകൻ തന്നെ പറയുകയുണ്ടായി, അതായത് അദ്ദേഹത്തിന് ഒരു വർക്ക് ലോഡ് ഉണ്ടായിരുന്നു, അതൊന്ന് ഫ്രീ ആയിക്കോട്ടെ, കാരണം അതൊരു ലോങ് ടൂർണമെൻ്റാണ്, ലോങ് ടൈം ടൂർണമെൻ്റാണ്, അപ്പോൾ അതൊക്കെ കളിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. പക്ഷേ കൃത്യസമയത്ത് തന്നെ ഹർദിക്കിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സൂര്യ തന്നെ വരുന്നു, ക്യാപ്റ്റൻ റോൾ അദ്ദേഹം ഭംഗിയാക്കി എന്നുള്ളത് തന്നെയാണ്. അപ്പുറത്ത് അക്സർ പട്ടേലും മികച്ച രീതിയിൽ ക്യാപ്റ്റൻസി ഭംഗിയാക്കി. കാരണം അക്സർ ഈ ബോളേഴ്സിനെ യൂസ് ചെയ്ത വിധം കൃത്യമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് 6 ബോളേഴ്സാണ്. ഈ 6 ബോളേഴ്സിനും കൃത്യമായിട്ട് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് പന്തെറിയാനുള്ള അവസരം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മുകേഷ് കുമാർ 2 വിക്കറ്റ് നേടി, അദ്ദേഹത്തിന് രണ്ടാമത്തെ ഓവറിലാണ് 2 വിക്കറ്റ് ലഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നത് ഏതാണ്ട് ഡെത്ത് ഓവറിലാണ് അദ്ദേഹത്തിന്. പിന്നെ അതിൻ്റെ ഇടക്ക് പിന്നെ എല്ലാവർക്കും, അതായത് 2 പേര് മാത്രമാണ് 4 ഓവർ എറിഞ്ഞിട്ടുള്ളത്, എങ്കിഡിയും അതുപോലെ അക്സർ പട്ടേലും. ബാക്കിയുള്ളവർക്കൊക്കെ 3 ഓവർ കൊടുത്ത് പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞിട്ടുള്ളൊരു മത്സരമാണ്. അദ്ദേഹം ബോളേഴ്സിനെ കൃത്യമായിട്ട് ഷഫിൾ ചെയ്ത് ഉപയോഗിച്ചു എന്നുള്ളത് ഇപ്പം കുൽദീപിൻ്റെ ഓവേഴ്സും അല്ലെങ്കിൽ വിപ്രച്ച് നിഗമിൻ്റെ ഓവേഴ്സും ഒക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ മുംബൈ ബാറ്റ്സ്മാൻമാരെ അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള പിന്നെ ഈ ബോളിംഗ് ചേഞ്ചുകൾ വരുത്താൻ അക്സറിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, മുംബൈ അവരുടെ ടീമിൽ വൈസ് ക്യാപ്റ്റൻ ഇല്ലാന്ന് തോന്നുന്നു. അതായത് മുംബൈയിൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ അവർ നേരെ കഴിഞ്ഞ കളിയിൽ ഇമ്പാക്ട് പ്ലെയറായ സൂര്യകുമാറിലേക്ക് വരുന്നു. ഇനി മേ ബി സൂര്യകുമാറിനും പരിക്കോ മറ്റോ ആണെങ്കിൽ ഹാർദിക്കും സൂര്യ ഇല്ലാത്ത അവസരത്തിൽ തീർച്ചയായിട്ടും രോഹിത്തിനെ ക്യാപ്റ്റനാക്കാനുള്ള സാധ്യതയുണ്ട്. അവർ വൈസ് ക്യാപ്റ്റൻസിനെ ലാസ്റ്റ് ടൈമായി അതെ 3-4 ക്യാപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ വൈസ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഹാർദിക്കിനൊരു ഡെപ്യൂട്ടിയെ പ്ലേസ് ചെയ്യാത്തതെന്ന് തോന്നുന്നു. അപ്പം മുംബൈയുടെ ഒരു രീതി എന്നനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടംപോലെ ക്യാപ്റ്റൻസ് ഉണ്ട്. അവർക്ക് മാറി മാറി സൂര്യയെ ഉപയോഗിക്കാം, രോഹിത് ശർമ്മയെ ഉപയോഗിക്കാം, ഈവൻ ഇനിയിപ്പം ഇവരില്ലെങ്കിൽ ഡീകോക്കിനെ ഉപയോഗിക്കാം, സാന്നറെ ഉപയോഗിക്കാം, ലോട്ട് ഓഫ് ക്യാപ്റ്റൻസ്. അപ്പോൾ ക്യാപ്റ്റന്മാരാൽ റിച്ചാണ് മുംബൈ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ മത്സരത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ടൈം ഔട്ട് ബ്രേക്കിങ്ങിന് ശേഷം വരുന്ന ആദ്യ ഓവറുകളിൽ വിക്കറ്റ് നഷ്ടമായ ഈ 2 ടീമുകൾക്കും രോഹിത് ശർമ്മ പുറത്താകുന്നത് അങ്ങനെയാണ്. നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോകുന്നു. മറുഭാഗത്ത് നിസംഗ പുറത്താകുന്നതും അങ്ങനെയാണ്. അപ്പോൾ അവർ സ്റ്റാറ്റിക്സ് പ്രകാരം അവർ പരിശോധിക്കുന്ന ഘട്ടത്തിൽ, പക്ഷേ അത് IPL-ലെ സംബന്ധിച്ചൊരു അങ്ങനൊരു ബിലീഫുണ്ട്. അത്രേ ആരാധകർ പറയുന്നത് പോലും ഈ ബ്രേക്കിന് ശേഷം വരുന്ന ഉടനെ ആദ്യ ഓവറുകളിൽ തുടരെ വിക്കറ്റുകൾ നഷ്ടമാകുന്നു. പക്ഷേ സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും ഈ കളിയുടെ മൊമെൻറ്റം ബ്രേക്ക് ചെയ്യുന്നതിനൊരു വില്ലനാകുന്നുണ്ടോ ഈ ഒരു സംഗതി? അത് വിസയുടെ പരസ്യക്കൊതി കാരണം കൊണ്ടുവന്നിട്ടുള്ളൊരു സംഗതിയാണ് എങ്കിൽ പോലും അത് ഈ കളിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അത് മാറ്റേണ്ടതുണ്ടോ? എങ്ങനെയാണത്? അല്ല, അതിനേക്കാളും കളിയുടെ മൊമെന്റത്തെ ബ്രേക്ക് ചെയ്യുന്നത് ഈ വൈഡിനും മറ്റുമൊക്കെ റിവ്യൂ വൈഡിന് റിവ്യൂ കൊടുത്തിട്ട് എത്ര സമയം വേസ്റ്റ് ആവുന്നുണ്ടെന്ന് അറിയോ? അതായത് പിന്നെ ഈ നമുക്കറിയാം, നമ്മൾ ഔട്ടിന് റിവ്യൂ കൊടുക്കാം, വൈഡിന് റിവ്യൂ കൊടുത്തിട്ട് അത് പിന്നെയും അതിൻ്റെ ലൈനും മറ്റുമൊക്കെ നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ഓവറുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വൈഡ് ഒരു ടീം വൈഡ് വിളിക്കുന്നു, പിന്നെ അത് റിവ്യൂ കൊടുക്കുന്നു, അതിൻ്റെ ഒരു സമയം വരുന്നു, ആ ഒരു മൊമെന്റം ഒരുപാടുണ്ട്. അർഷദീപൊക്കെ ഒരുപാട് വൈഡറിന് റിവ്യൂ കൊടുക്കുന്നു. അങ്ങനെ ഒരു സംഭവം
ഭയങ്കരമായിട്ട് ഈ റിവ്യൂ വൈഡിലുള്ള സയ്യറിന്റെ പൈസ മൊത്തം പോകുന്നത് ഹർഷദീപിന്റെ റിവ്യൂ കൊണ്ടാണ്. 12 ലക്ഷം രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രേയസ് അയ്യർക്ക് ഇത് ഡ്യൂ ആയിട്ട് പിഴയായിട്ട് കൊടുക്കേണ്ടി വന്നത്. അടുത്ത മത്സരത്തിലും അദ്ദേഹത്തിന് ഇതുപോലെ 24 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഒരുപാട് കോടികൾ കിട്ടുന്നുണ്ടാവും, പക്ഷേ ഈ ഭാഗത്ത് 12ഉം 24 ആയിട്ട് പോകുന്നു എന്നുള്ളത് ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുസ്സഹമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഇതിന് മുമ്പ് ആ തുടക്ക കാലഘട്ടങ്ങളിൽ പിന്നെ ഇതിന്റെ ലെങ്ത് കൂടുതലായിരുന്നു തോന്നുന്നു. ടൈം ഔട്ട് പിന്നെയും 10 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടം, 7 മിനിറ്റ് വരെ പോയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. 2009 IPL സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ വെച്ച് നടന്ന IPL 7 മിനിറ്റ് ഒക്കെ പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ചായയൊക്കെ കുടിച്ച് അത്ര ഗ്യാപ്പാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ടൈം എനിക്ക് വന്നത് പിന്നെ ഓൾറെഡി നമ്മുടെ മനസ്സിൽ തന്നെ അവിടെ സെറ്റിലായി. വലിയൊരു പ്രത്യേകിച്ച് ചോദിക്കാൻ പിന്നെ ആലോചിച്ചിട്ടായിരിക്കും ചോദിച്ചത്. കഴിഞ്ഞ ലോകകപ്പ് 2020 ലോകകപ്പ് നേടാൻ സഹായകരമായത് ഋഷഭ് പന്തിന്റെ അഭിനയമായിരുന്നല്ലോ. അവസാന ഘട്ടത്തിൽ അദ്ദേഹം പരുക്കഭിനയിച്ച് വീണ മൊമെന്റം എന്തായാലും ഇന്നത്തെ കളിയിലേക്ക് വരുമ്പോഴേ ഈ ഒരു ലോ സ്കോറിംഗ് മത്സരമായിരുന്നു, പക്ഷേ ആവേശകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും ആകർഷിക്കപ്പെട്ട ഒരു നിമിഷം എന്ന് പറയുന്നത് നമാന്ധറിൻ്റെ ഒരു കുൽദീപ് യാദവിനെതിരെ എക്സ്ട്രാ കവറിലൂടെ അടിച്ച ഒരു ബൗണ്ടറിയാണ്. ഈ മത്സരത്തിൻ്റെ തന്നെ ഒരു ഷോട്ടെന്നാണ് അദ്ദേഹം കമൻറ്റേറ്റർമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടാതെ റിസ്വിയുടെ ബോഷിനെതിരെയായിട്ടുള്ള സിക്സുകൾ, അങ്ങനെയൊക്കെ തോന്നുന്നു മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ കൂടി കണ്ടു. അതായത് പിച്ചും കണ്ടീഷൻസും ഒക്കെ പ്രശ്നത്തിലാണെങ്കിൽ പോലും സുന്ദരമായിട്ട് കളിക്കാൻ താരങ്ങൾക്ക് കഴിയും എന്ന് അവർ ബോധ്യപ്പെടുത്തുന്ന ഒരു മത്സരം കൂടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ എടുത്തു പറയാനുള്ള മൊമെൻറ്റ്സ് വല്ലതും ഉണ്ടോ ഈ മത്സരത്തിൽ? ബുംറയുടെ ഒരു റണ്ണൗട്ട് ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ഡയറക്റ്റ് അദ്ദേഹം എറിഞ്ഞ് ആ സെലിബ്രേഷനും ഭയങ്കര രസമായിരുന്നു. പിന്നുള്ളത് റിസ്വിയുടെ സിക്സറുകൾ തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അദ്ദേഹം ഈ കളിയിലേക്ക് വന്ന പിന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു സിക്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആസ് യൂഷ്വൽ പതിവ് പോലെയുള്ള ഒരു സീപ്പ് സിക്സ് ഉണ്ടായിരുന്നു. അത് മനോഹരമായൊരു സിക്സ് ആയിരുന്നു. അങ്ങനെ മുംബൈയുടെ ഇന്നിങ്സ് കഴിഞ്ഞ സമയത്ത് ഓറഞ്ച് ക്യാപ്പ് ഹിറ്റ്മാൻ്റെ തലയിലായിരുന്നു. പിന്നീട് ആ മത്സരം കഴിഞ്ഞപ്പോൾ റിസ്വി സ്വന്തമാക്കി. പക്ഷേ ഹിറ്റ്മാൻ ഇപ്പോൾ ഒരു 38 കഴിഞ്ഞ് 39 കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പ് വാങ്ങി ODI റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിൽക്കുന്നു. അതൊരു സുന്ദരമായ രസമുള്ള കാഴ്ചയാണ്. എന്തായാലും ഈ നമ്മൾ ഈ ടൈം ഔട്ടിൻ്റെ പ്രശ്നം പറഞ്ഞെങ്കിലും അതൊരു നെഗറ്റീവായിട്ട് നിൽക്കുന്നെങ്കിലും അവർ BCCI കൊണ്ടുവന്ന ഇമ്പാക്റ്റ് പ്ലെയറുടെ റോൾ എടുക്കുന്നതെന്നാണ് ഇന്നത്തെ മത്സരം നമുക്ക് തെളിയിച്ചു തന്നത്. ഇമ്പാക്റ്റ് പ്ലെയറായി വന്നിട്ടുള്ള റിസ്വി കളിക്കുന്നു, ഒപ്പം മറുഭാഗത്ത് മുകേഷ് കുമാർ വിക്കറ്റ് എടുക്കുന്നു. എന്തായാലും കൂടുതൽ മികച്ച മത്സരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മികച്ച രീതിയിൽ തുടങ്ങിയ മുംബൈ ഒരു നേരിയ പരാജയം നേരിട്ടെങ്കിലും പക്ഷേ അവർക്ക് ശക്തമായി തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത. മറുഭാഗത്ത് ഡൽഹി എത്രത്തോളം ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഇനി കണ്ടറിയാനുള്ളത്. എന്തായാലും മികച്ച മത്സരങ്ങൾ വരും. നമ്മൾ വീണ്ടും കാണും ടാക്ടിക്സിൽ. നമസ്കാരം.